ലോഡായി. എവിടേക്കാണെന്നറിയില്ല. ബാംഗ്ലൂരിലേക്കായിരിക്കുള്ളൂ. ലോഡ്. വണ്ടി ടയറിൽ പിടിച്ചിട്ടുണ്ട്. പിടിച്ച് വെച്ചേക്കുക. ലോഡ് കയറ്റാൻ ഇട്ട് കൊടുത്തേക്കാണ് വണ്ടി. അല്ല, വണ്ടികളെടുക്കാണ്ട് നിറയെ വണ്ടികളാണ്. കണ്ടെയ്നർ, കുട്ടി കണ്ടെയ്നർ കംപ്ലീറ്റ്. ആ ഏറ്റത്ത് കിടക്കാണ്ട് ഒരു ഭാരത് ബെൻസ്. അത് നമ്മുടെ കമ്പനി വണ്ടിയാണ്. ഏറ്റത്ത് തനിയെ വരുന്ന വണ്ടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ വരുന്ന വണ്ടികളാണ്. സെഫ് എക്സ്പ്രസ്. ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദീപാവലിയായിട്ട് ആൾക്കാർ വണ്ടിയുടെ മുകളിൽ കിട്ടിയ വാഴയൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു സംഭവങ്ങൾ. ലോഡ് കയറ്റാൻ ഇട്ട് കൊടുത്തേക്കാണ്. ലോഡ് കയറ്റി കഴിഞ്ഞ ശേഷം പോകുള്ളൂ. ബാംഗ്ലൂരിലേക്കായിരിക്കുള്ളൂ. ബാംഗ്ലൂർ സിറ്റിയിലേക്കുള്ളിരിക്കുക. അതങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറയണതാണ്. അതിപ്പോൾ അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും? ഇതുപോലത്തെ ചെറു വണ്ടികൾക്ക് പോവാം. നമ്മളെ വലിയ വണ്ടികൾക്ക് പോകാൻ പറ്റില്ല. കാരണം തൃശ്ശൂർ പച്ചക്കറി മാർക്കറ്റിൽ പോയ അവസ്ഥയാവും. അപ്പോൾ ദോസ്ത് അങ്ങനത്തെ വണ്ടികൾക്കൊക്കെ പോവാം. ഇതുപോലത്തെ ചെറു വണ്ടിക്ക് ഇതിനൊക്കെ പോവാം. നമുക്ക് പോകാൻ പറ്റില്ല. വാണിങ് തന്നാണ് അന്ന്. നമ്മളവിടെ ചെന്ന് അലമ്പായി. അവിടുത്തെ ബാംഗ്ലൂർ സിറ്റിയുള്ളിൽ. പിന്നെ അവിടെ മലയാളികളുണ്ട് മാർക്കറ്റിൻ്റെ ഉള്ളിൽ. അങ്ങനെ കുറേയൊക്കെ തട്ടി തൂട്ടി പോന്നു. ഇനിയിപ്പോൾ ഇത് അങ്ങോട്ടുണ്ടോയെന്നറിയില്ല. എന്തായാലും പോവന്നെ. വരുന്നത് വെച്ച് കാണാം. ഭൂഷണം അങ്ങട്. ജനിച്ചു പോയില്ലേ, ജീവിക്കണ്ടേ? ഇവിടെ ആയിരങ്ങൾ വണ്ടികളാണ് ഇവിടെ വരുന്നത്. അവിടെ എണ്ണിയാൽ തീരില്ല. ഓരോ സ്ഥലത്തു നിന്ന് ലോഡ് കൊണ്ടുവരുന്നതും തിരിച്ചു ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റി വിടുന്നത്. അതായത് ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് അവിടെ നിന്നൊക്കെ അങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് കയറ്റി വിടുന്നുണ്ട്. അത് ലോഡുകൾ. അതുപോലെ ഇവിടുന്ന് ഓടാനുള്ള വണ്ടികളുണ്ട്. ഇവിടുന്ന് തന്നെ പല സ്ഥലത്തേക്ക് ലോഡുകളുണ്ട്. സേലം, നമ്മുടെ കേരള, കൊച്ചിൻ, തൃശ്ശൂർ, ഒരുവിധ സ്ഥലത്തൊക്കെ വരെ സെഫ് എക്സ്പ്രസിൻ്റെ കമ്പനികളുണ്ട്. തൃശ്ശൂരൊക്കെ. ഇവിടെ നിന്ന് കൊച്ചിക്ക് പറഞ്ഞു, ഞാൻ പോയില്ല. വാടക കുറവാണ്. വാടക ഉണ്ടെങ്കിൽ മാത്രമേ വിടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. നമ്മുടെ ആ സിംഗിൾ വണ്ടി വന്ന് ഇന്നലെ രാത്രി ലോഡാക്കി വന്നതാണ്. നല്ല ഉറക്കമാണ് ആൾ. ഞാൻ കാലത്ത് തന്നെ കുറേ വിളിച്ചു ആളെ. എണീറ്റിട്ടില്ല, ചായ കുടിക്കാൻ പോകാൻ. അപ്പോൾ ആളവിടെ നല്ല ഉറക്കത്തിലാണ്. ഇനിയിപ്പോൾ ആൾക്ക് കുറേ കഴിയുമ്പോൾ അവരെ വിളിക്കും ലോഡ് കയറ്റാൻ. അത്തിപ്പള്ളി, കർണാടക, ബാംഗ്ലൂർ തന്നെ. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ. ക്യാമറ, ഭക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. റൈസ് മേടിച്ചു. കാലത്ത് റൈസ് കിട്ടും. കപ്പലണ്ടി, ഉള്ളി, സവാള ഇതൊക്കെ അരിഞ്ഞിട്ട് അവർ എണ്ണയിൽ മൂപ്പിച്ചിട്ട് ഈ റൈസ് ചെറുതായിട്ട് മഞ്ഞപ്പൊടി ഇടും. എന്നിട്ട് റൈസ് ഇട്ട് ഇളക്കി മഞ്ഞ കളറുള്ള ഉസ്കാന്ന് പറയും. ഉസ്കല്ലത്. ഉസ്ക് ഇത്തിരി ഇതായിട്ടിരിക്കും. ഇത് ഡ്രൈ ആയിട്ടാണ്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. കറി ഇല്ലെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെ കുറേ മാറ്റങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഇവിടുന്ന് ആ പ്രശ്നം ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറയണ്ടായിരുന്നു. പട്ടികളെടുത്ത് മുണ്ടെടുത്ത് പോയ ആ പട്ടികൾ പിടിച്ചു പിന്നാലെ തുടങ്ങി വരും കുറച്ചിങ്ങായിട്ട്. അപ്പോൾ സകല പട്ടികൾ വരും. അതിന് ഈ കർണാടകയിൽ, നമ്മുടെ മഹാരാഷ്ട്രയിലൊക്കെ ചെന്നുള്ള അവസ്ഥ. മുണ്ടെടുത്ത് ഇറങ്ങുന്നുണ്ടോ ചുറ്റും നോക്കണം പട്ടികളുടെ. തൊട്ടടുത്തായിരിക്കുള്ള കട. ആ കടകൾക്ക് പോകണമെങ്കിൽ ശ്രദ്ധിക്കണം. പട്ടികൾ നോക്കണം, ഇല്ലെങ്കിൽ പണിയാണ്.
ബർമുട എടുത്ത് തരണം. ആ സമയം ബർമുട ഇട്ട് പ്രാന്താവും. ബർമുട ഇരിക്കുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ പോയി ഇടേണ്ടി വരും. അപ്പം അതാണ്. ഇവിടെ നടക്കാനൊക്കെ സുഖമാണ്. ഈ കമ്പനി ചുറ്റി ഒരാഴ്ച ഇവിടെ വണ്ടി ഓടാണ്ട് കിടക്കണമെങ്കിൽ കമ്പനി വലം വയ്ക്കണമെങ്കിൽ ഒരു ഇതൊക്കെ നല്ല ബോഡി നല്ല ഇതാവും. നടക്കാറുണ്ട് കുറച്ച്. കാരണം ആ ഇത് പറ്റിയോട് കൂടി തടി ഇത്തിരി കൂടി അറിയാനാ, എന്നെ അറിയുന്നവർക്കറിയാം. നമ്മൾ കഴിയുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ മുകളിലേക്കുന്ന ആൾ വരെ നടക്കട്ടെ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ഇതിൽ കാണാം. ഓക്കേ.